നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിലെത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലകത്തുനിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതിയാവും. രണ്ടും എക്സിക്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാത്തപ്പോഴൊക്കെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇന്ന കണ്ടീഷൻ ഇത് കറക്റ്റ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഇന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമ്മൾ അവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് ട്രൂ ആണെങ്കിൽ ഇന്നത് നടക്കട്ടെ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യട്ടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ അതിൻ്റെ വേറൊരു സൈഡ് ഉണ്ടല്ലോ, അതായത് ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺലി റിട്ടേൺ ദ റിസൾട്ട് വെൻ ദ കണ്ടീഷൻ ഇസ് ട്രൂ. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് റിട്ടേൺ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ മറ്റേ സൈഡും കൂടെ നോക്കാം. അതായത് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു റിസൾട്ട് റിട്ടേൺ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് യു വാണ്ട് ടു റിട്ടേൺ സംതിങ് വെൻ ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദെൻ വി നീഡ് ടു യൂസ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. The if else statement tests the condition. If the condition is true, it execute if block. അതായത് if else സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നടക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനകത്തൊരു if ബ്ലോക്ക് ഉണ്ടായിരിക്കും. അതായത് ആ കണ്ടീഷൻ്റെ താഴെ ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കും, ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ if ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല, ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ ഇറ്റ് എക്സിക്യൂട്ട് ദ എൽസ് ബ്ലോക്ക്. അതായത് നമ്മളപ്പോൾ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഈഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ചിലർ ചിന്തിക്കും, എന്തിനാണ് പിന്നെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ടൈപ്പുകൾ പഠിക്കുന്നത്? നമുക്കൊന്നുകിൽ ഈഫ് എൽസ് പഠിക്കാം, അല്ലെങ്കിൽ ഈഫ് ഒറ്റയ്ക്ക് പഠിക്കാം. അപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഈഫ് എൽസ് ആണല്ലോ, അപ്പോൾ നമുക്കത് മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ലോജിക്കലി കറക്റ്റായിട്ടുള്ളൊരു വേ അല്ലെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ ആവുമ്പോൾ അതിനകത്ത് ചില കേസുകളിൽ നമുക്ക് ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്താൽ മതി എന്നുള്ള കേസുകളുണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൽ മതി? ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ മതി. വെറുതെ ഒരു ആവശ്യമില്ലാതെ മെമ്മറി വേസ്റ്റേജിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഈഫ് എൽസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ട്രൂ ആണെങ്കിൽ ഇന്നത് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, ഫാൾസ് ആണെങ്കിൽ ഇങ്ങനെയാണ് എന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ മസ്റ്റായിട്ടും നമ്മൾ ഈഫ് എൽസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇഫ് കണ്ടീഷൻ നമുക്കറിയാം, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അതിൻ്റെ ഈ ഒരു സിൻടാക്സിന് അല്ലെങ്കിൽ ഗ്രാമറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഈഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്തും ആവാം. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്, അവിടെയാണ് ആ കോഡ് കൊടുക്കേണ്ടത്. സാധാരണ നമ്മളവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ സെമികോളൻ ഇടണം. ഇവിടെ നമ്മൾ ജസ്റ്റ് കമൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ കമൻറ്റിനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ സെമികോളൻ ഇടാത്തത് കേട്ടോ. ഇനി കൺഫ്യൂഷൻ ആവേണ്ട വരും. എൽസ് പാർട്ട് വരുമ്പോൾ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്, അതായത് ഫാൾസ് ആണെങ്കിൽ ഈ ഏരിയ എക്സിക്യൂട്ട് ചെയ്യും, ട്രൂ ആണെങ്കിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്കതിൻ്റെ ഒരു ഫിഗർ നോക്കാം. നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈഫിലേക്ക് എത്തുന്നത്. അതായത് എങ്ങനെയാണോ നമ്മുടെ പ്രോഗ്രാം എന്താണോ ടോപ്പിക് അതിനനുസരിച്ചാണ് ആ ഒരു ലോജിക്ക് വരിക. അങ്ങനെ കണ്ടീഷനിൽ എത്തുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ ഈഫിൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല ഫാൾസ് ആണെങ്കിലോ എൽസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടേ അത് ടെർമിനേറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ട്രൂ ആണെങ്കിലും ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടേ അത് ടെർമിനേറ്റ് ആവുള്ളൂ, ഫാൾസ് ആണെങ്കിലും ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടേ അത് ടെർമിനേറ്റ് ആവുള്ളൂ. പക്ഷേ നമ്മൾ ഈഫിൻ്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ നമുക്ക് ട്രൂ ആണെങ്കിൽ ഒരു കോഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും, ഫാൾസ് ആണെങ്കിൽ ജസ്റ്റ് ടെർമിനേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് കിടക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമുക്കിപ്പോൾ ഈഫും എൽസും നമ്മൾ പറഞ്ഞു, എന്താണ് മീൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ സിൻടാക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിളും കൂടെ നോക്കിയാലേ ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ആവുള്ളൂ. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് അവരുടെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫെയിലാണോ പാസ്സാണോ എന്നറിയാം. ഓക്കെ,
അപ്പം നമ്മൾക്ക് എങ്ങനെ അത് പ്രോഗ്രാം ചെയ്തെടുക്കാം, ഈ ഒരു ഈഫ് എൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡുകൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് നമ്മളുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ അങ്ങ് ഡിക്ലെയർ ചെയ്യണം. ഇവിടെ നമുക്ക് മാർക്ക് അറിഞ്ഞാലേ ഒരാൾ ഫെയിലാണോ പാസ്സാണോ എന്ന് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ പറയാൻ പോകുന്നത് ആ സ്റ്റുഡൻറ്റിനോട് അവരുടെ മാർക്ക് ഒന്ന് എൻ്റർ ചെയ്യാനാണ്. എൻ്റർ ദ സബ്ജക്റ്റ് മാർക്ക് ഒന്ന് എഡിറ്റ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ അത് സബ്ജക്റ്റ് മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സബ്ജക്റ്റ് മാർക്ക് കുട്ടി പ്രിൻറ്റ് ചെയ്യുന്നു. സ്കാൻ ചെയ്യുന്ന എന്താണ്, %d ആംപർസെൻറ്റ് മാർക്സ്, അതായത് ആ മാർക്ക് എത്രയാണോ അത് നമ്മളങ്ങ് സ്കാൻ ചെയ്തെടുക്കുന്നു. എന്നിട്ടാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത് if marks greater than or equal to 50. നിങ്ങൾ ലോജിക്കലി നിങ്ങൾക്ക് വേണമെങ്കിൽ 40 or 30 ഒക്കെ ആക്കാം കേട്ടോ. കാരണം ഇവിടെ നമ്മൾ 50 അബവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 ഉണ്ടെങ്കിൽ പാസ്സാവുള്ളൂ എന്നുള്ള ലോജിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ എന്താണ്, പ്രിൻ്റ് ഓഫ് കൺഗ്രാജുലേഷൻസ്, പ്രിൻ്റ് ഓഫ് യു ക്ലിയർഡ് ദ സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ 2 മെസ്സേജ് അവിടെ പാസ് ചെയ്യുന്നുണ്ട്. 50 അബവ് കിട്ടിയ, ഇപ്പോൾ 70 ഒക്കെ കിട്ടിയ കുട്ടിയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്നാണ് വരിക, യു ക്ലിയർ ദ സബ്ജക്റ്റ് എന്നാണ് വരിക. അതല്ല 50 ബിലോ മാർക്ക് കിട്ടിയ കുട്ടികൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുട്ടികളുടെ കേസാണ് നമ്മളിവിടെ അതും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈഫാണ് ചെയ്യുന്നതെങ്കിൽ എന്താ ഉണ്ടാവുക, ജസ്റ്റ് പാസ്സായാലും മാത്രം പരിഗണിച്ച് ബാക്കിയുള്ളവർ ജസ്റ്റ് എക്സിറ്റ് അടിക്കുള്ളൂ. അവർക്കൊരു ഔട്ട്പുട്ടോ അവർക്കൊരു എന്തെങ്കിലും റിസൾട്ട് അവർക്ക് കിട്ടണമല്ലോ. പാസ്സായാലും ശരി ഫെയിലായാലും ശരി റിസൾട്ട് അവർക്ക് കിട്ടണം. അത് കിട്ടുന്നില്ല. എങ്ങനെ, ഈഫ് ആയിരുന്നു എങ്കിൽ പകരം നമ്മളവിടെ ഈഫ് എൽസ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ എൽസ് പാർട്ടും എക്സിക്യൂട്ട് ആവും. നമ്മളിങ്ങനെ കൊടുത്താൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അല്ലാതെ സിസ്റ്റത്തിന് സ്വന്തം ലോജിക്ക് യൂസ് ചെയ്തോ ഇനി ഒന്ന് ഫെയിലുള്ള മെസ്സേജ് കൊടുക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. വി ഹാവ് ടു ബി കോഡ്. ഓക്കെ, അപ്പോൾ എൽസ് പാർട്ടിൽ എന്താണ് വരുന്നത്, അതായത് 50 മാർക്കില്ല, 50 ബിലോ മാർക്കാണ് കിട്ടിയതെങ്കിൽ പ്രിൻ്റ് ഓഫ് യു ഫെയിൽഡ്, നിങ്ങൾ ഫെയിൽഡ് ആണ്. പ്രിൻ്റ് ഓഫ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് ഒന്നുകൂടെ ജയിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈഫ് എൽസിൻ്റെ ഒരു പ്രോഗ്രാം കിടക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ് ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു, എ ബിയേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ അത് റിസൾട്ടായിട്ട് കൊടുക്കും. ഓക്കെ, എന്നാൽ ആ സ്ഥാനത്ത് നമുക്ക് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ റിസൾട്ടായിട്ട് കൊടുക്കണമെന്നും, അതല്ല ബി ആണ് ഗ്രേറ്റർ എങ്കിൽ ബി റിസൾട്ട്, അതായത് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ഏതാണോ അതാണ് റിസൾട്ടായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എ ആണ് ഗ്രേറ്റർ എങ്കിൽ എ പ്രിൻ്റ് ചെയ്യുകയും വേണം, ബി ആണ് ഗ്രേറ്റർ എങ്കിൽ ബി പ്രിൻ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് എ ഗ്രേറ്റർ ദാൻ ബി എന്നുള്ളത് റിസൾട്ട്, ഒറ്റ റിസൾട്ട് മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും സിമ്പിളാണ് എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോഴേക്ക് ചിലർക്ക് അത് കൺഫ്യൂഷൻ വരാനും, അതേപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ ഒരു സിൻറ്റാക്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാമറാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെ പ്രോഗ്രാമൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റ് പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്